അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്. ഇന്നത്തെ വീഡിയോ നമ്മൾ ജീരക കഞ്ഞിയാണ് കേട്ടോ. ഇത് നമുക്ക് നോമ്പിന് തന്നെയല്ല അല്ലാത്തപ്പോഴും കുടിക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കഞ്ഞിയാണ്. അപ്പോൾ ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് ബാസ്മതി റൈസാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ബാസ്മതി റൈസിന് പകരം നിങ്ങൾക്ക് പൊന്നിരി വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാനത് ബാസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്, ഒരു 1/4 കപ്പ്. പിന്നെ ഇതിലേക്ക് ഒരു നുള്ള് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്, അധികം വേണ്ട, കയ്പ്പ് രസം വരും കേട്ടോ. പിന്നെ ആശാളിയാണത്, ഇത് 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിങ്ങനെ വാങ്ങിക്കാൻ കിട്ടും, ഗാർഡൻ ക്രസ് സീഡ് എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി മൂന്നും കൂടി നന്നായി കഴുകിയിട്ട് എടുത്ത് വെച്ചതാണ്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് കഞ്ഞി നമ്മൾ വേവിക്കാൻ വെക്കുമല്ലോ, അതുപോലെ കുറച്ച് വെള്ളം അധികം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിക്കാൻ വെക്കണം. നന്നായി വെന്ത് നല്ല കുറച്ച് ഉടയുന്ന രീതിയിൽ തന്നെ വേവിച്ചെടുക്കണം കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് തേങ്ങ വേണം. അപ്പോൾ 1/4 കപ്പ് അരിക്ക് 1/2 കപ്പ് തേങ്ങയാണ് ഞാൻ ചേർക്കുന്നത്. ഒരു 4 ചെറിയ ഉള്ളി, 1/4 ടീസ്പൂൺ നല്ല ജീരകം, ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഞാൻ അരച്ചെടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഓപ്ഷണലാണ് കേട്ടോ, കളർ അധികം ആവശ്യമില്ലെന്നുണ്ടെങ്കിൽ അധികം ചേർക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി നമ്മൾ മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ ഇട്ടതാണ്. അപ്പോൾ കഞ്ഞി നന്നായി തിളച്ചിട്ടുണ്ട്, അതിങ്ങനെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ തേങ്ങ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. കഞ്ഞി കണ്ടോ നന്നായി വെന്തൊരു ഉടയുന്ന രീതിയിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. ഈ ബാസ്മതി റൈസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ നമുക്കത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കഞ്ഞിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോമ്പ് കാലത്തും അല്ലാത്ത സമയത്തും കുടിക്കാൻ പറ്റുന്ന, ചിലവർ രാത്രിയൊക്കെ കഞ്ഞി കുടിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് കുടിക്കാൻ പറ്റുന്ന നല്ലൊരു കഞ്ഞിയാണ്. അപ്പോൾ ഇത് നന്നായി ഒന്ന് ചൂടാവട്ടെ കേട്ടോ. നന്നായി ഒന്ന് ചെറുതായി ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. എന്നിട്ടൊന്ന് ചെറുതായി ഒന്ന് തിള വന്നിട്ടുണ്ട് കേട്ടോ. ഈ വരുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഓഫാക്കിയതിന് ശേഷം ഞാൻ ഇത്തിരി നെയ്യിൽ, ഇത് ഓപ്ഷണലാണ് കേട്ടോ, വേണമെങ്കിൽ ചേർത്താൽ മതി, കുറച്ച് നെയ്യിൽ ചെറിയ ഉള്ളി ഒന്ന് മൊരിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നല്ല ടേസ്റ്റ് ആയിരിക്കും കഞ്ഞി കുടിക്കുമ്പോൾ. ആ നെയ്യിൻ്റെ നല്ലൊരു ഫ്ലേവറും ഉള്ളീൻ്റെ ഒക്കെ ഒരു നല്ലൊരു, ഉള്ളി നെയ്യിൽ മുപ്പിച്ചാൽ തന്നെ നല്ല ടേസ്റ്റ് ആണല്ലോ, അത് നല്ല ടേസ്റ്റ് ആയിരിക്കും കുടിക്കുമ്പോൾ കേട്ടോ. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എപ്പോൾ വേണമെങ്കിലും കുടിക്കാൻ പറ്റുന്നതാണ് കേട്ടത്. നോമ്പ് കാലത്ത് തന്നെയല്ല അല്ലാത്ത സമയത്തും കുടിക്കാൻ പറ്റുന്ന ഒരു കഞ്ഞി കൂടിയാണ്. അപ്പോൾ തീർച്ചയായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.